10 വർഷത്തിന് ശേഷം കേരളത്തിൽ LDF ഭരണത്തിന് അറുതി വർദ്ധിക്കൊണ്ട് UDF ഇപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അധികാരമേൽക്കാൻ പോവുകയാണ്. KPCC ഓഫീസിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷം, അതായത് ചെണ്ടമേളം, അതോടൊപ്പം തന്നെ ബാൻഡ് മേളം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്ക് നേതാക്കളും അണികളും കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. നിലവിൽ ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെണ്ണലാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പുതുച്ചേരിയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും അതോടൊപ്പം പശ്ചിമ ബംഗാളിലും ആസാമിലും അടക്കം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇതിൽ തമിഴ്നാട്ടിൽ എക്സിറ്റ് പോളുകളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ DMK അതായത് സ്റ്റാലിൻ്റെ പാർട്ടിയെ തകർത്തുകൊണ്ട് തമിഴകം വെട്ടിക്കടകം, അതായത് വിജയുടെ പാർട്ടി മുന്നേറുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് സനാതന ധർമ്മത്തെയും അതോടൊപ്പം തന്നെ ഹൈന്ദവരെയും ഒന്നടക്കം ആക്ഷേപിച്ച സ്റ്റാലിന് തമിഴകം കൊടുത്ത ഒരു മറുപടിയാണ് DMK ഒരു പതനത്തിലേക്ക്, അതായത് 3ാം സ്ഥാനത്തിലേക്ക് തകർന്നിരിക്കുന്നു എന്നത് പറയുന്നത്. ഇനി പശ്ചിമ ബംഗാളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദീദിയുടെ ഭരണം, അതായത് മമതാ ബാനർജിയുടെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് BJP അവിടെ വലിയ രീതിയിലുള്ള ഒരു തേരോട്ടം വൻ ഭൂരിപക്ഷത്തിൽ BJP പശ്ചിമ ബംഗാൾ പിടിച്ചെടുത്തിരിക്കുന്നു. പുതുച്ചേരിയിലും ആസാമിലും ഭരണ തുടർച്ച എന്നത് ഏറ്റവും വലിയ ശ്രദ്ധേറിയ ഒരു വാർത്ത. അവിടെ കോൺഗ്രസിന്, ആസാമിൽ കോൺഗ്രസിന് കാലിടറി, കോൺഗ്രസ് അവിടെ അടപടലം തകർന്നിരിക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം നിയമം, അതായത് ഈ നമ്മുടെ ഗുജറാത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നിയമമണ്ഡലത്തിൽ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ശക്തമായ രീതിയിൽ ഒരു തേരോട്ടം അവിടെ നടത്തുന്നു. എക്സിറ്റ് പോളുകളുടെ ഫലം ശരിവെക്കുന്ന തരത്തിൽ 3 സീറ്റുകൾ കേരളത്തിൽ BJP നേടും എന്നത് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. BJP ക്യാമ്പുകളടക്കം ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം 3 സീറ്റുകൾ എന്തായാലും BJP ഇക്കുറി നേടിയിരിക്കും എന്നത് വസ്തുത ആണ്. അങ്ങനത്തെ ഒരു നീക്കം, അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ പോകുന്നത്. ഇടതുപക്ഷത്തിനെതിരെ നല്ല രീതിയിലുള്ള ജനവികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നതാണ് അവസാന ലാപ്പിലും, അതായത് 6ാമത്തെ റൗണ്ടിലും എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നു. കുറച്ച് സമയം മുന്നിലേക്ക് വരുന്നുവെങ്കിലും വീണ്ടും പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് വലിയ രീതിയിൽ പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾക്ക്, അതായത് ഒരു ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിൻ്റെ ഇതിലുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടക്കം ശരിവെക്കുന്ന തരത്തിൽ ഈ 2ാം പിണറായി സർക്കാരിലെ മന്ത്രിമാരടക്കം വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനി UDF ആണ് ഇനി 5 വർഷം കേരളം ഭരിക്കുമ്പോൾ ഇനി ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചയിലേക്ക് KPCCയിൽ ഇപ്പോൾ തന്നെ ഒരു യോഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് KPCC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ അറിയാൻ സാധിക്കും ആരായിരിക്കും ഇനി കേരളം ഭരിക്കാൻ പോകുന്ന അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്നത്. ഇനി LDFനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആരായിരിക്കും എന്നതും അറിയേണ്ട കാര്യം ആണ്.